ഇസ്രയേലുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരുന്നു നമ്മൾ. നമ്മുടെ പാസ്പോർട്ടുകളിൽ ഇസ്രയേലിലേക്ക് പോകാൻ അനുമതിയില്ല എന്ന് നേരത്തെ അടയാളപ്പെടുത്തുമായിരുന്നു. അതായിരുന്നു നമ്മുടെ ബന്ധം. കോൺഗ്രസ് തുറന്ന വഴിയിൽ നല്ലതുപോലെ BJP സഞ്ചരിക്കുന്നു. കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചത് ടെഹ്റാനിലെ 80-ലധികം കേന്ദ്രങ്ങൾ, ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം, ആണവ പദ്ധതിയുടെ ആസ്ഥാനം എന്നിവയും ആക്രമിച്ചെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇറാനിൽ മരിച്ചത് 244 പേർ. മരിച്ചവരിൽ 40 പേർ സ്ത്രീകളാണ്. 1200-ലധികം പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 90% സാധാരണക്കാർ. ഇറാന്റെ ആണവ മേഖല തകർക്കുമെന്നും ആക്രമണം തുടരുമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. പലസ്തീനികളെ പതിറ്റാണ്ടുകളായി വംശഹത്യ ചെയ്യുന്നവർ ഇപ്പോൾ ഇറാനെ കൂടി ആ രീതിയിൽ വേട്ടയാടുന്നതാണ് ലോകം കാണുന്നത്. ഇന്ത്യയുമായി നാഗരിക ബന്ധം ഉൾപ്പെടെ അവകാശപ്പെടാനുള്ള ഇറാൻ പല ഭൗമരാഷ്ട്രീയ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളിലും രാജ്യത്തിന് നിർണായകമാണ്. എന്നാൽ ഇസ്രായേലിന്റെ കാര്യമെടുത്താൽ 1992-ൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് ഇന്ത്യ അവരുമായി നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് ഇന്ത്യയിൽ മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം പടിക്കുപടി ഉയർന്നു വന്നു. പലസ്തീനിൽ ആക്രമണം തുടരുന്ന ഘട്ടത്തിലും ഇസ്രായേലുമായുള്ള ആയുധ കരാർ അവസാനിപ്പിക്കാത്ത രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ. ഒക്ടോബർ 7-ലെ ഹമാസിന്റെ പ്രത്യാക്രമണത്തിനു പിന്നാലെ ഇസ്രായേലിന് പിന്തുണ അറിയിച്ച ആദ്യ ലോക നേതാവായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹമാസിന്റെ പ്രത്യാക്രമണത്തെ തീവ്രവാദമെന്നായിരുന്നു അന്ന് മോദി വിശേഷിപ്പിച്ചത്. പലസ്തീനെ ഇസ്രായേൽ പതിറ്റാണ്ടുകളായി ആക്രമിക്കുന്നതാണെന്നും പലസ്തീൻ ഭൂപടവും അവിടുത്തെ ജനങ്ങളെയും ഇല്ലാതാക്കിയത് ലോകത്തെമ്മാടി രാജ്യമാണെന്നും അറിയാത്തവരല്ല ലോക ജനത. കാര്യങ്ങൾ ഇങ്ങനെയായിട്ടും പലസ്തീൻ അനുകൂല നിലപാടുകളിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോവുകയായിരുന്നു മോദിക്കാലത്ത്. മോദി സർക്കാരിന് ഇസ്രായേലും ബെഞ്ചമിൻ നെതന്യാഹുവും എത്രത്തോളം വേണ്ടപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ ഏറെ നടന്നിട്ടുമുണ്ട്. 1992-ൽ ഇന്ത്യ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ആരംഭിക്കുമ്പോൾ $200 ദശലക്ഷം വ്യാപാരമായിരുന്നുവെങ്കിൽ 2022-23 എത്തിയപ്പോഴേക്കും $10.7 ബില്യൺ എന്ന നിലയിലേക്കാണ് അത് ഉയർന്നിട്ടുള്ളത്. ഇപ്പോഴും ഉയർച്ചയല്ലാതെ താഴേക്കില്ല. അത്രയും അധികം വ്യാപാര ബന്ധമാണ് കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഉടലെടുത്തിട്ടുള്ളത്. ആയുധ കച്ചവടത്തിന് പുറമേയുള്ള കണക്കുകളാണിവ. ഇത്രയധികം ശക്തമായൊരു ബന്ധം ഇസ്രായേലിനും മോദിക്കുമിടയിൽ എങ്ങനെ ഉടലെടുത്തുവെന്നത് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. നിലമ്പൂരിൽ നടന്ന പൊതുയോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചത്. ഇസ്രായേലുമായി ഒരു ബന്ധവുമില്ലാത്ത രാജ്യമായിരുന്നു ഇന്ത്യ. അവിടുന്ന് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് ഇസ്രായേലുമായുള്ള ബന്ധത്തിന് ഇന്ത്യ തുടക്കമിടുന്നത്. കോൺഗ്രസ് തുറന്നിട്ട ആ വഴിയിലൂടെ BJP സർക്കാർ ഇസ്രായേലുമായുള്ള ചങ്ങാത്തം അതിശക്തമാക്കി. ഇസ്രയേലുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരുന്നു നമ്മൾ. നമ്മുടെ പാസ്പോർട്ടുകളിൽ ഇസ്രയേലിലേക്ക് പോകാൻ അനുമതിയില്ല എന്ന് നേരത്തെ അടയാളപ്പെടുത്തുമായിരുന്നു. അതായിരുന്നു നമ്മുടെ ബന്ധം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പൂർണ്ണമായി പാലസ്തീനോടൊപ്പമായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കൂടെ യാസർ അറാഫത്ത് കൂടി നിന്നത് അന്നത്തെ ലോകം ഏറ്റവും അധികം ശ്രദ്ധിച്ച കാര്യമായിരുന്നു. ആരാ മാറ്റിയതാ നയം? എന്തുകൊണ്ടാ മാറ്റിയത്? കോൺഗ്രസിന് പിന്നീട് വലിയ തോതിലുള്ള മാറ്റം വന്നു. വലിയ മൂല്യശോഷണം സംഭവിച്ചു. സാമ്രാജ്യത്വത്തിന് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇന്ത്യ ഗവൺമെന്റ്. അമേരിക്കയുടെ സമ്മർദ്ദം, ഇസ്രയേലുമായി
ചങ്ങാത്തത്തിലേക്ക് ഏർപ്പെടുന്നു. വലിയ ചങ്ങാത്തം. അവരുമായുള്ള ബന്ധമില്ലായ്മ അവസാനിപ്പിക്കുന്നു. പിന്നീട് ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്ന RSS, ഇസ്രായേലിലെ സയനിസ്റ്റിന്റെ ഇരട്ട സഹോദരനാണ്. അവർ തമ്മിൽ ആ തരത്തിലുള്ളൊരു ബന്ധമാണ്. പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ യാസർ അറഫാത്തിനൊപ്പം ഒരുമിച്ച് ജനങ്ങളെ കണ്ട പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് വലിയ അംഗീകാരമുണ്ടാക്കി കൊടുത്തു. ധീരമായ നിലപാടായിരുന്നു അത്. സാമ്രാജ്യ വിരുദ്ധവും ജനാധിപത്യ അനുകൂലവുമായ ചേരിചേരാ നയം തുടരുന്നതിനാൽ മൂന്നാം ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ബഹുമാനിച്ചു. എന്നാൽ പതിയെ ഇസ്രായേൽ അനുകൂല നിലപാടിലേക്ക് ഇന്ത്യ മാറി. ഇപ്പോൾ ഇസ്രായേലിൽ നിന്നാണ് വലിയ തോതിൽ ആയുധം ഇറക്കുമതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെ പ്രമേയം വന്നപ്പോൾ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ തയ്യാറാകാത്ത സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഒന്നല്ല, പലതവണയാണ് ഇത് ആവർത്തിച്ചതും. കോൺഗ്രസ് തുറന്ന വഴിയിൽ നല്ലതുപോലെ BJP സഞ്ചരിക്കുന്നു. ഇപ്പോ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയങ്ങൾ വന്നപ്പോ ഒരു ശങ്കയുമില്ലാതെ ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ അപലപിക്കാൻ ബാധ്യതപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ നാം അപലപിച്ചില്ല. നാം ഇസ്രായേലിനെ എതിർക്കാൻ തയ്യാറായില്ല. ആ പ്രമേയത്തിനോടൊപ്പം നിൽക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചില്ല. ഒരു തവണയല്ല, ഒന്നിലധികം തവണ ഇതേ നിലപാട് നാം കണ്ടു. ഇവിടെ ഇസ്രായേലിന് പരസ്യമായി കൂറ് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെയും നമ്മൾ കണ്ടു. തീർത്തും നെറികെട്ട ഒരാക്രമണമാണ് ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിനെ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? ലോക പോലീസ് ചമയുകയാണ്. ഇതാണ് നേരത്തെ അമേരിക്ക ചെയ്തത്. അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും കാണിക്കാം എന്ന നിലയിലേക്ക് ഇസ്രായേൽ എത്തുന്നു. അങ്ങനെയാണ് ആക്രമണം. അവിടെ നിഷ്ഠുരമായ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. എല്ലാം സാധാരണഗതിയിൽ രാഷ്ട്രങ്ങൾ പാലിക്കേണ്ട മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ്. ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്തേ അത്തരമൊരു നിലപാടിനെ, അത്തരമൊരു ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്ന കൂട്ടത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നില്ല? ഇതാണ് പ്രശ്നം. നമ്മുടെ രാജ്യം ശക്തമായ നിലപാടെടുക്കണ്ടേ? ഇസ്രായേലിനോട്, ഈ രീതിയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനോട് സാധാരണഗതിയുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തണ്ടേ? പൊതുവാചകങ്ങളാണോ പറയേണ്ടത്? അക്രമിയെ അക്രമിയായി കാണണ്ടേ? ആ അക്രമിയെ തള്ളിപ്പറയാൻ തയ്യാറാകണ്ടേ? ഇസ്രായേൽ ലോകത്തെമ്മാടിയായി തേർവാഴ്ച നടത്തുന്നതിനെ തടയേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. ഇതിനെതിരെ ഇന്ത്യയുടെ ശബ്ദം ഉയരണമെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് തുടക്കമിട്ട കോൺഗ്രസ് ആ നിലപാട് തിരുത്തേണ്ടതുണ്ട്. അതിന് സൗകര്യപൂർവ്വം കോൺഗ്രസ് തുടരുന്ന ഈ മൗനം അവസാനിപ്പിക്കണം. പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ സ്വയം തെറ്റു തിരുത്താൻ, ഇസ്രായേൽ ചെങ്ങാത്തത്തിൽ നിന്ന് NDA പിന്നോട്ട് നടത്താൻ കോൺഗ്രസ് തയ്യാറാകണം.